എന്നിട്ട് എന്നോട് പറയാണ് അത് ഷാജിക്ക് നല്ലതല്ല. പേടിപ്പിക്കുക റഹീമേ എന്നെ. ഞാൻ റഹീമിനോട് പറയട്ടെ, ഈ മതളകി വന്ന ആനയല്ലേ മുഖ്യമന്ത്രി, അയാളുടെ കൊമ്പോണ്ട് കുത്തിയിട്ട് ഷാജി വീണിട്ടില്ല. പിന്നെ ആനപ്പിണ്ടത്തെ തടഞ്ഞിട്ട് വീണത് അല്ലേ? ഇനിയൊക്കെ ആനപ്പിണ്ടല്ലേ ചങ്ങായി, അയിമ തടഞ്ഞ് വീഴുവോ? മുഖ്യമന്ത്രിയെ പേടിച്ചിട്ട് വീഴാത്തവർ ആരെ നിങ്ങൾ ഭയപ്പെടുത്താൻ ശ്രമിക്കണത്? ആരെ നിങ്ങൾ ബേജാറാക്കാൻ ശ്രമിക്കണത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ എന്ത് അസംബന്ധമാണ് ഇവിടെ പറയുന്നത്? എന്താ നിങ്ങളുടെ രാഷ്ട്രീയം എന്നെങ്കിലും നിങ്ങൾ പറ. നിങ്ങൾ സന്ദീപിനെ റദ്ദ് ചെയ്യുന്ന പൊളിറ്റിക്സിൽ നിന്നല്ലേ സാദിഖ് അലി തങ്ങളിലേക്ക് വന്നത്? സന്ദീപ് എടുത്ത തീരുമാനത്തെ നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ സന്ദീപ് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ എന്റെ തെറ്റുകൾ തിരുത്തിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് മായ്ച്ചു കളയാൻ ശ്രമിക്കണില്ല. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു, പലതരത്തിൽ ഞാൻ പെരുമാറിയിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ലെന്ന് ഞാൻ ഇപ്പോൾ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തെ ശ്ലാഘിക്കാൻ, ആ തീരുമാനത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണ്ടേ? അതല്ലേ ചെയ്യേണ്ടത്? അത് ഒരു ഫാഷിസ്റ്റ് കാലത്ത്. ഞാൻ വിശ്വാസികളോട് ചോദിക്കട്ടെ, എന്താണ് ഈ തൗബ എന്ന് പറയുന്നത്? എന്താണ് ഈ തൗബ എന്ന് പറയുന്നത്? തൗബ സ്വീകരിക്കാൻ ബാധ്യതയില്ലേ? അതല്ല, നിങ്ങൾക്ക് അതിന് അർഹതയില്ലെന്ന് പറയാൻ നമുക്ക് ആർക്കാണ് അവകാശമുള്ളത്? എന്നിട്ട് ആ മനുഷ്യൻ വരുമ്പോ കമ്മ്യൂണിസ്റ്റുകാരൻ പോട്ടെ, ഒരു സമുദായ പത്രത്തിന്റെ പള്ളികളിൽ നിന്നും മേറാബുകളിൽ നിന്നും പിരിച്ചുപോയി ഉണ്ടാക്കിയ ഒരു പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ആ സന്ദീപ് നായരെ ആക്ഷേപിക്കാൻ വേണ്ടി ഫോട്ടോ കൊടുത്തിട്ട് ട്രൗസർ ഇട്ട് നിൽക്കുന്ന RSS കാരന്റെ ഫോട്ടോ കൊടുക്കുക തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അല്ലേ? ഇതാണോ ഇത് ന്യായമാണ്? എന്നിട്ട് ആ സന്ദീപ് എന്ന് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല. അങ്ങനെ പറയുമ്പോഴേ മുതലക്കുളത്തുനിന്ന് ദീൻ പറയേണ്ടത് ഞങ്ങളാന്ന് അറിഞ്ഞതും കാര്യമില്ല. സന്ദീപ് പറയേണ്ടപ്പോ സന്ദീപും പറയും. പറയേണ്ട ചരിത്രമാണെങ്കിൽ, കേൾക്കേണ്ട ചരിത്രമാണെങ്കിൽ സന്ദീപിന്റെ വായിൽ നിന്ന് കേട്ടു പഠിക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായതിൽ നാണിച്ചു തലതാഴ്ത്തണം. നിങ്ങൾ മനസ്സിലായങ്ങള്? നാണിച്ചു തലതാഴ്ത്തണം. രാജ്യം ഫാഷിസ്റ്റുകൾക്ക് തീറെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ആക്ഷേപം കേൾക്കുന്ന ഒരു കാലത്ത് BJP-യുടെ വക്താവായ ഒരു മനുഷ്യൻ കോൺഗ്രസിന്റെ കൊടി പിടിച്ച് മതേതരത്തിന്റെ മുഖ്യധാരയിൽ വന്നിട്ട് ഞാൻ എന്റെ പഴയ കാലങ്ങളെ റദ്ദു ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ പഴയ ഫോട്ടോ വെച്ചിട്ട് പത്രത്തിൽ കൊടുത്തിട്ട് CPM-ന്റെ കയ്യിലെ ഉപകരണമായാൽ അത് മര്യാദയാണെന്ന് വിചാരിക്കുന്നോ നിങ്ങൾ? അത് മാന്യതയാണെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനൊക്കെ വിചാരിച്ചാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മുഖ്യമന്ത്രിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടില്ല ആ സ്ഥാനാർത്ഥി, LDF-ന്റെ സ്ഥാനാർത്ഥി. വെച്ചാൽ ഉള്ള വോട്ടും കൂടി പോകുമ്പോൾ പേടിച്ചിട്ട് മാറ്റി വെക്കാൻ. എന്റെ പോയത്തക്കാരെ ദേശാഭിമാനിയിൽ പോലും അങ്ങനെ ഒരു പരസ്യം കൊടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ ദേശാഭിമാനി ആൾക്കാർ വിശ്വസിക്കൂലെന്ന് ദേശാഭിമാനിക്കും CPM-നും നല്ലോണം അറിയാം. നിങ്ങളെ പാവം മനുഷ്യർ വിശ്വസിക്കുമെന്ന് ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന് തന്ന വിലയാണ് ആ പരസ്യത്തിന്റെ വില എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. പള്ളികളിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനമല്ലേ, അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ട് ഉണ്ടാക്കിയ വിശ്വാസ്യതയാണ്. അതിനെയാണ് വിറ്റ് തുലക്കുന്നത്. അതിനെയാണ് വിറ്റ് തുലക്കുന്നത്. മര്യാദയാണോ ഇത്? ഇതൊക്കെ പറഞ്ഞാൽ പേടിപ്പിക്കുക. അതാണ് അനങ്ങിയ പേടിപ്പിക്കുക. പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കുക. തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കണ്ടേ? നിങ്ങൾ എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ഞാൻ ഈ നാസിയൊക്കെ ഞാൻ നോക്കുമ്പോൾ അവിടുന്ന് ഓരോ കുട്ടികളും കാഴ്ച വരും. രാത്രിയൊക്കെ നിന്നിട്ട് നമ്മളെ പോസ്റ്റർ ഒട്ടിക്കുകയാണ്. അങ്ങനെ എത്ര നാസിമാരോടോ, എത്ര പാവങ്ങളോടോ. കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്? ആകെ 140 ആളെ MLA ആവുക. കുറച്ച് ആൾക്കാർക്ക് മാത്രം ആയാൽ മതിയോ? അതിനു വേണ്ടിയിട്ട് സ്വന്തം അണികളെയും നിലപാടുകളെയും അടിയറ വെക്കണമെങ്കിലേ അതിന് നമ്മളെ കിട്ടുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അത് വിചാരിക്കരുത്. അണികൾക്ക് മുമ്പിൽ നിൽക്കുകയോ പിറകിൽ നിൽക്കുകയോ കൂടെ നിൽക്കുകയോ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അവരുടെ വികാരം ഏത് ഭൂലോക മുഖ്യമന്ത്രിയുടെയും തമ്പുരാന്റെയും മുമ്പിൽ പറഞ്ഞിട്ടേ പോകും. ഇങ്ങോട്ടൊന്ന് അനാവശ്യമായിട്ട് പറഞ്ഞാൽ 10 എണ്ണം തിരിച്ചും പറയും. ബഹുമാനമൊക്കെ കൊടുത്താൽ മാത്രം കിട്ടുന്ന സാധനമാണ്. എല്ലാവരോടും പറയാണ്. പാണക്കാട് തങ്ങളെ വിമർശിക്കേണ്ടെന്ന് ഒരു വാക്ക് പോലും പറഞ്ഞു. വിമർശിച്ചോ? എന്താ പ്രശ്നമുള്ളത്? അവർ രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ? ആരാ വിമർശിക്കാൻ പാടില്ലാത്തത്? ഇന്ന് ഇളവരെ കാര്യം ചോദിക്കണം, എന്തേ തങ്ങളെ ആരാടോ വിമർശിക്കേണ്ട പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞ പൊളിറ്റിക്സിന്റെ ഉത്തരം പറ, അതിന്റെ മറുപടി പറ. ഒറ്റ കാര്യമുണ്ട്, പേടിപ്പിക്കുക.
ഞാൻ പറയാണ് വോട്ട് കിട്ടിയേ തരൂല, വോട്ട് തരാണ്ട് തോപ്പിച്ചാളൂ. ഞാൻ 3.5 കൊല്ലായിട്ട് അഴീക്കോട് തോറ്റിട്ട് എൻ്റെ വീട്ടിൽ കഞ്ഞൊന്നും കുടിക്കാണ്ട് ഇടങ്ങേറായിട്ട് നിൽക്കണ് അല്ലേ. അതിന്റെ മുമ്പോ ഒരു 10-40 കൊല്ലം ഞാനേ ആകെ കഷ്ടപ്പെടുന്നു. MLA അല്ലേലും എടോ, MLAയും മന്ത്രിയുമാവുന്നത് ജീവിതാഭിലാഷമാണ് എന്ന് വിചാരിക്കുന്നത് എൻ്റെ വളാഞ്ചേരിക്കാരൻ്റെ അടുത്ത് പോയിട്ട് നീ സംസാരിക്കുക. ഷാജിൻ്റെ അടുത്ത് വരരുത്, ഷാജിൻ്റെ അടുത്ത് വരരുത്. എത്ര പാവങ്ങളെടോ ഈ പാർട്ടിയിൽ. അവരൊക്കെ MLA, അവരൊക്കെ കൗൺസിലറാ, അവരൊക്കെ പഞ്ചായത്ത് മെമ്പറാ. അതാണോ ജീവിത ലക്ഷ്യം? അതൊക്കെ ഈ വഴിയിൽ നടക്കൂ. ഇനി അതല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പാർട്ടിക്ക് മത്സരിക്കാൻ പറഞ്ഞു, ഇത് അടുത്ത തവണയും പാർട്ടി മത്സരിക്കാൻ പറയണം. എന്നിട്ട് ആ മണ്ഡലത്തിൽ പോകണം. അവിടുത്തെ ആൾക്കാർ നിങ്ങൾ പറയുന്ന കഥയൊക്കെ വിശ്വസിക്കണം, എന്നിട്ട് തോപ്പിക്കണം. ഇതും വിചാരിച്ചിട്ടേ കുറ്റിപ്പുറത്ത് പുഴണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ മുണ്ടും കെട്ടി നടക്കാം. നിങ്ങൾ വേറെ ആളെ നോക്കേ കൈമാരെ, വേറെ ആളെ നോക്ക്. ആരെ നിങ്ങൾ പേടിപ്പിക്കണത്? നിലപാടുണ്ടല്ലോ, ഞാൻ ഉറപ്പിച്ചു പറയാണ്. അതിപ്പോൾ ഇവിടുത്തെ സംഘാടകർക്ക് വിഷമുണ്ടെങ്കിൽ പോലും ഈ മൈക്കിന്റെ പൈസ തന്നിട്ട് ഷാജി പറയാനുള്ളത് പറഞ്ഞിട്ട് അങ്ങ് പോകും. അത് പറയാനാണ് ഞാനിവിടെ മേലെ കുത്തിർക്കണതും നിങ്ങൾ താഴെയുള്ളവർ എന്നെ ഇവിടെ മേലെ കാക്കിയതും. പറയാനാണ്. അത് പറയേണ്ടത് ബാധ്യതയാണ്. പറഞ്ഞു തീർത്തേ പോകും. അതുകൊണ്ട് അത് ഒരു ഉത്തരവാദിത്തമാണ്. ഇത് കൊമ്പത്തെ ശുചായി വന്നാലും പറഞ്ഞിട്ട് പോകും. പിന്നെ പറഞ്ഞതിൽ ഞാൻ പറയുന്നത് ബോധ്യപ്പെടുത്തിക്കോങ്ങൾ. പറഞ്ഞ തെറ്റാ നിങ്ങൾ ഡിബേറ്റ് ചെയ്യും, ബോധ്യപ്പെടുത്തുക. ഏതീ കള്ളക്കഥ പറഞ്ഞാൽ തീരുവോ? കള്ളക്കഥ പറയാ, ഷാജി അത് പറഞ്ഞു, ഷാജി ഇത് പറഞ്ഞു. നിങ്ങൾ വീഡിയോ പ്രസന്റ് ചെയ്യും. എന്റെ പേരിൽ ഇല്ലാത്ത കഥകൾ മതവുമായി ചേർത്ത് സംസാരിക്കുമ്പോ അതിന്റെ വീഡിയോ ഒന്നിട്. എല്ലാത്തിനും വീഡിയോ ഉണ്ടല്ലോ. ഷാജി പറഞ്ഞതിന് മാത്രം വീഡിയോ ഇല്ല. കള്ളക്കഥ പറയുക ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്ത്. അത് ഏതുപോലെ ഇവിടുത്തെ സംഘികൾ പ്രചരിപ്പിക്കുന്ന പോലെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഓരോരുത്തർ വയ്ക്കാൻ, ഷാജി സാഹിബ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു, അതിന്റെ വീഡിയോ ഉണ്ടോ? ഞാൻ പറഞ്ഞു, പറഞ്ഞാലല്ലേ മോൻ എൻ്റെ കയ്യിലുണ്ടാവുക. എവിടെ? നീ പറഞ്ഞവരോട് ചോദിക്കുക, എവിടെ വീഡിയോ? എന്തിനാണിത്? എന്തിനാ ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത്? എന്തിനാണ് ഈ കളവ് പറയുന്നത്? നിങ്ങൾ സംഖ്യ എതിർക്കുന്നുണ്ടോ? നിങ്ങൾ ഈ സോഷ്യൽ മീഡിയകളിലെ പാപം അടിമകളായ സഖാക്കളെ എതിർക്കുന്നുണ്ടോ? അവരെക്കാൾ മോശമായി നിങ്ങളും സംസാരിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് അവരെ എതിർക്കാനുള്ള അർഹത എന്താണ്? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സ് ആണ്. ഞാൻ പറഞ്ഞു, സാദിഖ് അലി തങ്ങളുമായുള്ള രാഷ്ട്രീയ വിയോജിപ്പുകൾക്ക് നിങ്ങൾ ഡിബേറ്റ് ചെയ്യുക. ഞങ്ങൾ വരാം, എവിടെയാണെങ്കിൽ വരാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജമാഅത്തെ ഇസ്ലാമി, SDPI, PDP തുടങ്ങിയ സംഘടനകളുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയത് ആരെന്ന് നമുക്കൊരു കണക്കെടുപ്പ് നടത്താം. നിങ്ങൾ വാ, എന്നിട്ട് ഡിബേറ്റ് ചെയ്യാം. അതല്ലാതെ ആക്ഷേപിച്ചിട്ട് നാവ് വായിലിടുക, എന്താണ് മിണ്ടാതെ വീട്ടിൽ പോ എന്നൊക്കെ പറഞ്ഞാലേ അതിനൊക്കെ കുറച്ച് മെനക്കെടുണ്ടാവും. അതൊന്നും നടക്കണ കാര്യമല്ല. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, അതൊരു അൺപാർലമെന്ററി വാക്കാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല. നിങ്ങളുടെ വെളുത്ത മുണ്ടിനടിയിൽ RSSന്റെ കാക്കി ട്രൗസർ ഉണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമെന്നാൽ ആ ബാധ്യത നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.